ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇന്ന് നമ്മൾ മഴവില് ഷൂട്ടിന് കയറുകയാണ് ഗൈസ്. ഇനി 4 ദിവസം ടൈറ്റ് ആയിട്ടുള്ള ഷൂട്ടായിരിക്കും. കാരണം ഓണവും ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടുള്ള കുറെ സ്പെഷ്യൽ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്രാവശ്യം എന്റെ സദർമണി എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായോട് വർഷം. അപ്പോ ഞങ്ങൾ ഷൂട്ടിന് പോകട്ടെ. ഇനി മിക്കവാറും ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ എനിക്ക് വരാൻ. അപ്പൊ വരാം. ഭരണകുട്ടി വെൽക്കം ടു മുതലാളിയുടെ പടിസ്ഥലം. പോടാ. ഓക്കെ, ഞങ്ങൾ ഷൂട്ടിന് പോയിട്ട് ഈവനിങ് വരാം. ഗൈസ്, ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി രാത്രി 8:30 ആയപ്പം റൂമിലെത്തി. ഗൈസ്, കിടിലം മഴ. അപ്പോഴത്തേക്കും കുറെ പടകൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്താ പരിപാടി? ആണോ? റിവ്യൂ ചെയ്താ നീ? കൊള്ളാവോ? ഉപയോഗിച്ച ഏതാണ്? ഓസ്മോ ആണോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ട? എടുക്കാൻ പോണോ? ക്വിക്ക് ആയിട്ടുള്ള മൊമെന്റ്സ് എടുക്കാൻ പറ്റൂല. മകളെ, ഇന്ന് ഇവള് ഒരു ദിവസം മൊത്തം മഴവില്ലി വന്നിരുന്ന് പോസ്റ്റ് അടിച്ച് മെസ്സേജ് വിട്ട് ആരുടെ കൂടെ ആണാ? നാളെ ഒന്ന് നിങ്ങള് ബെസ്റ്റുകളുടെ സംഗമം ഇരിക്കുന്നതാണ്. ആഹാ, എന്താ നാളത്തെ പ്ലാൻ? ആഹാ, ഓഹോ, നിന്നെ വിളിക്കുന്നുണ്ടോ? ചട്ടിച്ചോറ് പോലെ ചട്ടിച്ചോറ് ചേച്ചി വാ, ചട്ടിച്ചോറ് മേടിച്ച് വണ്ടിക്ക് കൊണ്ടുപോകാം. ചേച്ചിയല്ലേ കൊണ്ടുപോകേണ്ടത് അല്ലേ? ഞാൻ നിങ്ങളുടെ പോയി എവിടെ കഴിക്കാതെ ഇവർക്ക് പോയി മേടിച്ചു കൊടുത്ത് നിങ്ങൾ കറങ്ങിയിട്ട് വരും. ഈ സാധനം ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മിഠായി പോലും എനിക്ക് കൊണ്ടുവന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. ഇറങ്ങാം. മഴ നിന്റെ ഭാഗ്യമാണ് മറിച്ചേ. മേടിച്ചൊക്കെ തന്നെ അവളെ. മക്കളെ ഇറങ്ങാം. വീട്ടിലെ മഴ എന്റെ തലയാണ്. ഞാൻ ക്യാമറ ആണായിരുന്നു. അമ്മ, പക്ഷെ ഈ മഴയത്ത് ഇവിടെ വമ്പം വൈബല്ലേ. ഭയങ്കര രസമാണ് ഗൈസ് ഈ സ്ഥലം. ക്യാമറയിൽ നോക്കിയേ. ഇതിപ്പം കെൽവിൻ കൂടി കിടക്കണം. ഞാൻ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് എക്സാക്ട് ലുക്ക്. എന്ത് ഭംഗിയല്ലേ കാണാൻ. പോവാ നമുക്ക്. വാ, കണ്ണമ്പറ ഓടിക്കണ. നീ എവിടെ? നീ അപ്പുറത്തിരുന്നോ? ബാക്കി വർഷല്ലേ അപ്പുറത്ത്. ഏയ് അത് ഞാൻ വന്നപ്പോ ആദ്യം ഇരുന്ന ഡോർ അതായിരുന്നു കേസ്. അതുകൊണ്ടാണ് ഞാൻ ആ ഡോർ ആദ്യം തുറന്നത്. ഓക്കെ, എടി നമ്മൾ ആദ്യം കൊണ്ടുകൊണ്ട് പോണ. ഓക്കെ, ഇന്നലെ അവന്റെ അടുത്ത് ടാറ്റായും പറഞ്ഞ് ഇറങ്ങിയതാണ് കേസ്. ഇനി ഷാസ് ഇല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ഗൈസ്, ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് തോന്നുന്നു. അയ്യോ, വിവോ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ കൈകൊണ്ട് അടിച്ച് പൊട്ടിച്ചെന്ന്. എടി, എന്തിനാടി നമ്മളിപ്പോ എന്നും ഇവിടെ വരണത്? ഉമ്മ വല്ലോ ഫുഡ് വെച്ചാണോ? ആണാ? എന്തുവാടാ? പിന്നെ സ്ഥിരമായില്ലേ? പക്ഷെ നാളെയല്ലേ അവൻ പോണത്. ഗൈസ്, നാളെ ഷാസ് പോവും. അപ്പൊ ഇന്ന് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ. ഇതൊക്കെ എന്തോ ക്നാപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അയ്യോ നീലേ. തുറന്നു കാണിച്ചേടി. ഏതിന്? അത് കുഴപ്പമില്ല, അത് കെൽവിൻ മാറി കിടക്കണം. മെച്ചപ്പെടുന്നുണ്ട്. തുറന്നു കാണിച്ചേടി. ഇത് എനിക്കിത് പറ്റുമോന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇത് മറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യണ സ്നാപ്പ് ചെയ്യണം. കണ്ടോ, ഇത്രേ ഉള്ളൂ വ്ളോഗിങ്. ഇഷ്ടപ്പെട്ടില്ലേ? സ്ലോ മോഷൻ വ്ളോഗിങ് സ്റ്റൈലാണ് ഇപ്പൊ. ഏത്? നിന്റെ നൻപകൽ നേരത്തെ പതുക്കെയൊക്കെ തിരിയുള്ളൂ ക്യാമറക്ക്. ഇങ്ങനെ തിരിയുള്ളൂ. നിന്റെ ചേട്ടൻ ഒരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ വ്ളോഗിങ് ക്യാമറ വെക്കും, അവിടെ പോയിട്ട് ഇങ്ങോട്ട് നടന്നു വരും. ഞങ്ങളെ നടത്തും ഷോട്ട് കിട്ടാൻ വേണ്ടി. എക്സാക്ട്ലി അറിയണ കേസ്. ദുബായ് വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റും. ഞാൻ പ്ലാന്റ് നല്ല മണമൊക്കെ വരണ്ടേ. സനിബ്രോ ഉണ്ടാകത്ത്. ശരി, സനിബ്രോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്യാമറ ആയിട്ട് വരുമായിരുന്നു. ചേച്ചി എന്തെങ്കിലും കഴിക്കാണ്ടോ ഇവിടെ? അല്ല, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു, വെറുതെ ചോദിച്ചു. സുഖമാണ് എനിക്ക്.
എന്താടി നീയൊക്കെ അയ്യോടാ. ഹലോ ടിക്സേ, സനുബ്രോയുടെ ടിക്സ് ആണിത്. ഇതെന്തോന്ന് ചേച്ചി? രണ്ട് പൂക്കികൾക്കും ഉണ്ടാ? ചെറിയ സ്നേഹ സമ്മാനം. ആ അയ്യോടാ. ഡ്രസ്സാ? ഇവർക്ക് കുടുംബപരമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കൊടുപ്പ്. അതെ, ഉമ്മ കൊടുത്തിരുന്നവർക്ക് പേരിട്ടോണ്ട് കിടക്കായിരുന്നു. എന്തൊക്കെയായി? നാളെ ചട്ടിച്ചോറ് തിന്നാൻ പോകുമ്പോ ഇടാൻ ഡ്രസ്സായിരുന്നു. നിങ്ങൾ അമ്പലത്തിലും പോകണ്ടാ? ഇല്ല, അമ്പലത്തിലാണെങ്കിൽ ഞാനും കൂടെ ഒക്കെ വരായിരുന്നു. ഞാനിപ്പോ അമ്പലത്തിൽ കാറിലാണെങ്കിൽ 4 സീറ്റും ഉണ്ട്. കണ്ട ബ്രോ, നമുക്ക് പോവാം. പാവ കൊച്ച, അവൾ ഞാൻ ആരവിടെ പോകുമെന്ന്. ഇനിയാ മോഹന വാഗ്ദാനത്തിൽ വീഴൂലാണ്. പൂക്കികളൊക്കെ മാറി ഇന്നാ മതി. ഇഷ്ടപ്പെട്ടാടി നിനക്കാ? കൊള്ളാം. താങ്ക് യു ചേച്ചി. ആ സെയിം അളവ് തന്നെയാണ് സെറ്റ്. അവ എവിടെ എന്നിട്ട് വരുമോ? ആ സെറ്റ്. ഹായ്, 2 ദിവസം ഉണ്ട് രണ്ടുപേരെ കാണാൻ. നല്ല സെലക്ഷൻ ചേച്ചി. ആണല്ലേ, മിടിക്കാണ്. കൊള്ളാം, രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ആഹാ സെറ്റ്. സൈഡ് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാത്ത ഞാൻ കൂട്ടിക്കൊണ്ട് എടി നിന്നെ കൊണ്ടുപോകണുണ്ടാ? ഇല്ല, എന്റെ മുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില്. എനിക്ക് പട്ടുപാവാടയൊക്കെ ഉണ്ട്. പ്രസാദമെങ്കിലും ഗൈസ്, പുറത്തു പോയി കഴിക്കാനായിട്ടുള്ള എന്റെ പ്ലാൻ ഷാസിന്റെ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഗോതമ്പ് ദോശ ചുട്ട് നല്ല ചിക്കൻ കറി കൊണ്ടുവരും. ഞാനേ നേരത്തെ ഒരാൾ സുമതി വളവ് അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ നിന്നിട്ട് പൊളിപ്പാടോ മെസ്സേജ് ഇട്ട്. ആഹാ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഗൈസ്, വേറൊരു കാര്യോടെ പറഞ്ഞുതരാം. ഞാൻ സനുബ്രോയ്ക്ക് കോച്ചിങ് കൊടുക്കുന്നില്ല വ്ളോഗ് ചെയ്യാനായിട്ട്, എന്റെ ശിഷ്യനായിട്ട്. അതുപോലെ ശരു ചേച്ചിക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്താ ചേച്ചി ചാനലിന്റെ പേര്? ഓ, കോൾ മീ ഫാബ്. ഉടനെ വരുന്നതാണ്. അത് നമ്മൾ പഠിപ്പിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. എന്റെ ശിഷ്യനെ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ പരിപാടികൾ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ചേച്ചി കുറച്ചുകൂടെ ഭയങ്കര ആഗ്രഹത്തോടെ ഇങ്ങനെ വരും. ഞാൻ ഇതെടുക്കാം. ഞാൻ വർക്ക് കൊടുത്തപ്പോഴത്തേക്കും നീ പഠിപ്പിക്കുന്നതിന് മുന്നേ സനുബ്ര എന്റെ അടുത്ത് വന്നതായിട്ട് പഠിക്കാൻ വേണ്ടി. ഞാൻ ഒരു ദിവസം ഹോംവർക്ക് കൊടുത്തോട്ട് പിന്നെ പഠിക്കാൻ എന്റെ സ്റ്റുഡന്റ് കുറച്ച് ഡിഫിക്കൽട്ട് സ്റ്റുഡന്റ് ആണ്. ചേച്ചി എടുക്കണോന്ന് ഇന്ന് അപ്ലോഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. കൊള്ളാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ യൂട്യൂബ് കരിയർ. അതെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഞാൻ ചിക്കനും ഗോതമ്പ് ദോശ എടുക്കുക, ചിക്കൻ പീസ് എടുക്കുക, ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ റിവ്യൂ കണ്ടിട്ട് കണ്ണമ്പറ ദോശ വെച്ചോണ്ടിരിക്കുക. തിന്നണോ വേണ്ടത് ആലോചിച്ച് തിന്നോ. കണ്ണമ്പറ വെറുത്ത സാധനം കഴിക്കട്ടെ. ഗൈസ്, മൈ അളിയൻ ഈസ് ബാക്ക് ഫ്രം ദ കല്യാണം. ഇന്നലെ നീ വ്ളോഗിന്റെ അടുത്ത് ടാറ്റയും പറഞ്ഞ് പോയതല്ലേടാ? ഡിജെയുടെ ഒരു സ്വരം എടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ശരി വിളിച്ചോണ്ട് വന്നതാടാ. ഗൈസ്, ഇതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് ഓഫ് ഷസാം.
ഇതെനിക്കറിയാം ഗൈസ്, ഇതെന്റെ ചെവിയിലോ വെച്ച് തന്നിട്ടുണ്ട്. മൂൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർഫോൺ ആണ്. 28,000 രൂപ കണ്ടാണ് ഈ കുഞ്ഞ് ഇയർഫോണിന്റെ വില. ഇത് തുറന്നു തരുവാടാ. ഇത് ഇവൻ പറയണേന്ന് ഹായ് മറ്റേ വാച്ച്. ഇതാണ് നിന്റെ വാച്ച്. അതെ ഗൈസ്, ഇതാണ്. കണ്ട ഇതുപോലത്തെ കല്യാണ ചടങ്ങുകളിൽ നല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് നീറുന്നത്. പൊളി. കണ്ട ഗൈസ്, ഇതാണ് മൂൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് എത്ര ഉണ്ടാ? 28 രൂപ. ഭീകര സൗണ്ടാണ് ഗൈസ്, ഭീകര സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ അടുത്ത് ഇവൻ ചോദിച്ചു ഏത് പാട്ടുണ്ടോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് മറ്റേ ഏതായിരുന്നു ഞാൻ പറഞ്ഞ പാട്ട്? എന്നെന്നും നെഞ്ചിൽ ഉണരവേ ഉണ്ടല്ലോ എൻ നെഞ്ചിൽ എന്നും മായാസ്പന്ദമായി അഴകിയ നീ ദൂരത്താകിലും അരികത്താണു ഞാൻ കള്ളിപ്പെൺകൊടി എന്റേതാണു നീയോ. ഇല്ലടാ, ചെമ്പനീർ പൂവേ നീ അന്നേ കൃഷ്ണ ഒരു രാവിലെ. അത് കിടിലൻ പടമാണ്, നല്ല പടമാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ പാട്ട്. ഈ പാട്ട് അടിപൊളി പാട്ടാണ് മിക്ക പഴയ പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് ഈ പാട്ട് നിങ്ങൾ ട്രെൻഡിൽ വീണ്ടും കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നു. ചെമ്പനീർ പൂവേ നീ, ആ പാട്ട്. അതിന്റെ ഇടയിൽ കുറെ നല്ല ലൈൻസ് ഉണ്ട്. ഇവൻ പാക്ക് ചെയ്യട്ടെ ഗൈസ്. എന്റെ ശിഷ്യൻ എന്തായാലും നോക്കട്ടെ. ശിഷ്യന് തിരിച്ചെത്തി. സനി ബ്രോ ഈ വീട്ടിൽ ഒരു വ്ളോഗറോട് തുടങ്ങി കൊടുത്തേക്കാണ്. എല്ലാത്തിന്റെ ഐശ്വര്യം. കോമ്പറ്റീഷൻ വിട്ടുകൊടുക്കരുത് കേട്ടാ. ഫാമിലിയിലുള്ളിൽ എന്ത് കോമ്പറ്റീഷൻ? അല്ലല്ല, അത് പറ്റൂല. അവിടെ 2 വീഡിയോ ഇവിടെ 3 വീഡിയോ ഇടണം. അങ്ങനെ ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മനുഷ്യൻ വേണ്ട, അത് പറ്റൂല. നമ്മൾ വിട്ടുകൊടുക്കാൻ സാധനമേ ഇല്ല. ഞാൻ എന്റെ വഴിയിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. ചേച്ചി 2 ഇട്ടാ സനിബ്രോ 4 ഇട്ട് കാണിച്ചു. മറ്റേ ഡ്രസ് വേണം, മറ്റേ ഡ്രസ് എന്തോന്നും ഔട്ടഡ് മറ്റേ സാധനങ്ങളോ അതൊന്നും എനിക്ക് പറ്റൂല. ഞാൻ എന്തായാലും നമ്മൾ മറ്റേ ഫുഡ് കഴിക്കാൻ പോകണം വല്ലപ്പോഴും ഒരു വീഡിയോ. പിന്നെ നിന്നെ കാണുന്ന ദിവസത്തെ വീഡിയോ. ഉമ്മ എനിക്ക് ചിക്കൻ ഫ്രൈഡ് റെസിപ്പി പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഞാൻ എടുക്കട്ടാ? ഹായ്, നല്ല രസമുണ്ടല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതായത് ആണല്ലേ? നൈസ വാങ്ങിയങ്ങ് വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സനിബ്രോ എന്നാണോ വിളിക്കണത്? ആണോ? അയ്യോടാ, ആ പേര് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. എക്സ്പ്രഷൻ അവിടെ കിടന്നോട്ട്. ഗസ് ചെയ്യട്ടതല്ലേ? ഗസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതെന്തോ പൊളി കേട്ടാ. ഐഫോൺ 2G കൊതിയാണ് കണ്ടിട്ട്. അതാ മറ്റേ ഫുൾ കസ്റ്റമൈസ് ചെയ്തതാണ്. എവിടെ പോണേ ചേച്ചി? ബ്രോ നമ്മുടെ വ്ളോഗിങ് എക്യുപ്മെന്റ്സ് ഒക്കെ പോകുന്നു. ഏത് വ്ളോഗിങ്? ഇത് എന്റെ അല്ലേ? എന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്റെ അടുത്ത് സേഫ് ആയിട്ട് അത് ഞാൻ ആർക്കും കൊടുക്കില്ല. എന്ത്? സനിബ്രോ കോമ്പറ്റീഷൻ വിട്ടുകൊടുക്കരുത്. അയ്യോ ഉണ്ട, ഞങ്ങള് ലീഡ് ചെയ്യും. അതെ, സ്ട്രോങ്. നമ്മള് ഹൈപ്പിലൊക്കെ ഉണ്ട്. പറഞ്ഞു സനിബ്രോ, ഹൈപ്പിലൊക്കെ നമ്പർ എത്രയെങ്കിലൊക്കെ ആക്കണം. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് വരെയാണ് സനിബ്രോ ഹൈപ്പ് ഉള്ളത്? 500K വരെ ഉള്ളവർക്കാണ് ഹൈപ്പ് ഉണ്ട്. ആണോ? ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ന്യൂ എൻഡവർ. അല്ല, നമ്മൾ ഐഫോൺ വ്ളോഗേഴ്സ് ആണ്. ഗൈസ്, എല്ലാം കൂടെ ഇവിടെ ഇരുന്ന് ബിഗ് ബോസ് കാണുന്നു. നിങ്ങളൊക്കെ ബിഗ് ബോസ് അഡിക്സ് ആണോ? പാവം പിള്ളേരെ എന്തിനാണ് നീയൊക്കെ കാണുന്നത്? സനിബ്രോ പിള്ളേർക്ക് അലിൻ ജോസ് പെരേര ആരാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇല്ല, വന്നില്ലല്ലേ? കാണിച്ചു കൊടുക്കണം അവർക്ക്. മക്കളെ, ഇതൊന്നും പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ലടാ. ഉണ്ടാ? കേരളത്തിലെ മഹാപുരുഷന്മാരെ പറ്റി പഠിപ്പിച്ചു തുടങ്ങിയാണ് അലിൻ ജോസ് പെരേര ആരാണെന്ന്. ആണോ? നന്നായി, നല്ലതാ. വീട്ടിൽ നിറച്ചും ഇവിടെ ഒരു വ്ളോഗ്, അവിടെ 2-3 വ്ളോഗ്. ഞാൻ ഇത് നോക്കി എന്തിനാണ് നടക്കുന്നത്? നീ ബിഗ് ബോസ് കാണാണോ മക്കളെ? ആരെങ്കിലും ഒക്കെ വന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള? രേണു വന്നല്ലേ? രേണുവിനെ ഇഷ്ടമാണോ?
ആർക്കും ഇഷ്ടമല്ലേ എക്സൈറ്റ്മെന്റ് നല്ലതല്ലേ? തള്ളക്ക് വിളിക്കാൻ ഒരാളെ കിട്ടിയല്ലേ. യൂസ് ചെയ്യണേ. എഡിറ്റിംഗ് പഠിക്കുന്നത് എഡിറ്റിംഗ് അറിയാം. നമ്മള് മൊബൈലിലാളാ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ എഡിറ്റ് ചെയ്യണേണ്. ശിഷ്യന് എഡിറ്റിംഗ് അറിയില്ല. ഓ ഉണ്ടാ ഐമൂവിയില് ഐമാക്കിലാണ് എഡിറ്റ് ചെയ്യണത്. VN ഫോണില് വേഗം വേഗം തീർക്കും. അനുബ്രോ നമ്മള് കമ്പ്യൂട്ടർ സ്പീഡിൽ തീർക്കും. നമ്മളെ പയ്യന്മാർക്ക് അറിയാം. ഞാൻ എഡിറ്റ് ചെയ്തില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ സഹിച്ചു. മൊബൈൽ നീ എന്താ ലൈഫ് കൊണ്ട് നടക്കണത്? ഞാൻ ഒന്ന് ചാർജ് ചെയ്തിട്ട് വരാം. ആണാ എടാ ശാസേ അപ്പാണി ശരത്ത് ബിഗ് ബോസില് മറ്റേ അങ്കമാലി ഓ എന്തോ പൈസക്ക് അത്യാവശ്യം വന്നതാണ് ചെലപ്പോ. ഇഷ്ടമുണ്ടായിരിക്കും. നീ എന്താ പോവാത്ത? എനിക്ക് സമയം എവിടെയാടാ, ഞാൻ മഴവില്ലല്ലേ. അമ്മാതിരി ഒരു ഓഫർ അവർ വെക്കണേ ചിലപ്പോ ഞാൻ പോകും. പക്ഷെ എന്നാലും സാധ്യതയില്ല. ഇനിയിപ്പോ പോവാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ പോവാൻ ചാൻസ് ഇല്ല. പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റൂല. കിട്ടി സനിബ്രോ എന്തായാലും പോണം. സനിബ്രോ പോകുമെന്ന് ബിഗ് ബോസില്. എന്നാ കലക്കും. എന്നാ സീസൺ മൊത്തം നമ്മൾ കാണും. കട്ട പ്രൊമോഷൻ ചെയ്യും. സത്യം. എന്നാ തകർക്കും കേട്ടാ. എന്താ മുന്നേ ഫോട്ടോഗ്രാഫർ മാത്രം കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് വിചാരിച്ച ചിലപ്പോ നടക്കും. ബിഗ് ബോസിൽ പോയി പേര് ചീത്തയാക്കണം. പേരൊന്നും ചീത്താവില്ല. നമ്മൾ പേരുണ്ടാക്കിയിട്ടേ വരുള്ളൂ. പേരാ പേര് പേരുണ്ടാക്കണം. പേളിക്കൊക്കെ പോവാൻ എനിക്കും പോവാം. ഞാൻ ആ സീസൺ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പേളിയും സാബു ചേട്ടനും ഒക്കെ ഉള്ള സമയം. അപ്പൊ എനിക്ക് ബിഗ് ബോസിൽ പോയി കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ രണ്ടായി. ഒന്ന് സനിബ്രോയും ഒന്ന് കണ്ണനും വൈപ്പർ. ഓ പിന്നെ അത് മറ്റേ പൂവും പായും മായൊക്കെ ഓ അലമ്പായിരിക്കും. അപ്പൊ രസമായിരിക്കും. അവൻ നല്ലതായിട്ട് കളിക്കുകയും ചെയ്യും. അവ ഈ അവനെ കൊണ്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുമിച്ച് പോയിട്ട് നമ്മൾ ഒറ്റ ടീം അപ്പ് ചെയ്ത് എല്ലാത്തിനും അടിച്ചിടിച്ചോട്ടില്ലേ. നിങ്ങൾ മാസ്റ്റർ പ്ലാൻ പറഞ്ഞോട് അവൻ പോയി ഇടിക്കും. അത് സൂപ്പറായി. എന്നിട്ട് അവൻ പുറത്താവും. പക്ഷെ കുറെ ടാസ്കുകളൊക്കെ ഉള്ളതാണ് എനിക്കൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നത്. എന്റെ നടുവയ്യല്ല. ഇവര് ആദ്യം എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് അതായിരുന്നു പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്ക് നടുവയ്യ, നിങ്ങൾ ഈ പറഞ്ഞ മറ്റേ ഓർഡറിന് ചാടുന്ന ടാസ്ക് ഒന്നും എന്നെ കൊണ്ട് നടക്കിയൊന്നുമില്ല. നമ്മളിനി ബിഗ് ബോസ് കാണുമോ? നീ രാവിലെ ജോലിക്ക് പോവില്ലേ? ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എങ്ങനെയാ എടുത്തു വെച്ചോ ഒരു ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ? എന്തൊക്കെയാണ് ഒരു കുഞ്ഞു ജീവിതത്തില്. അപ്പൊ ബിഗ് ബോസ് എടി അപ്പം ഡെയിലി എത്ര നേരം? 1 മണിക്കൂറാ? അല്ല, അത് 1 മണിക്കൂർ പ്രീ റെക്കോർഡ്. സാധനമുണ്ട്. ലൈവാ? രാവിലെ തൊട്ട്. അല്ല ലൈവ് കാണുമോ? ലൈവ് കാണൂ. എടാ എന്നാ ഇത് ഞാൻ ഇത് കാണണമെങ്കിൽ എന്റെ സമയത്തിന് വാല്യൂ വേണം. ബിഗ് ബോസ് റിവ്യൂ ചാനൽ തുടങ്ങാം. ആണാ? എന്നിട്ട് രാവിലെ റിവ്യൂ അവൻ മുതലാവും ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം നീ ഈ സാധനം നീ ഞാൻ വേണമെങ്കിൽ ഇരുന്ന് കാണാം. എന്നെ കൊണ്ടെന്തായാലും ഇതൊന്നും കാണാൻ പറ്റൂല. ഞാൻ കഴിഞ്ഞ വർഷത്തോടെ അത് ബിഗ് ബോസ് ഹൈലൈറ്റ്സ് ഒന്നും നീ സാധനം തുടങ്ങി. നീ സംസാരിച്ച കാണണമെങ്കിൽ എന്തായാലും ഒന്ന് ഇതാക്കണ്ടേടാ. പിന്നെ എന്തൊക്കെയല്ലേ ആൻഡ്രോയിഡ് 1 മണിക്കൂർ 1.5 മണിക്കൂർ. സത്യം എന്റെ ജീവിതം മാറുന്ന എന്റെ ജീവിതം മാറുന്ന സിനിമ പോലെ അല്ല. ഏത് സൂക്ഷിച്ചോണം. ബിഗ് ബോസ് ആടാ? ആണോ? എനിക്ക് കഴിഞ്ഞ വർഷം നന്നായി കിട്ടിയതാണ്. ഞാൻ വർഷം നിർത്തിയത്. എനിക്ക് വേണ്ട നെഗറ്റീവ്. എന്തിന് ഒരു കാര്യമില്ല. ഞാൻ പട്ടി സീക്രട്ട് ഏജന്റ് ഒറ്റ എടുത്താൽ ഞാൻ കണ്ടത്. എടി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആണോ? ഫണ്ണിയാണ് ചേട്ടാ കണ്ടു. അതാണ് ഇവരുടെ വിഷമം. ഇവർക്ക് ഇനി ആ ഒരു സാധനം കൂടെ ലൈവ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഏഷ്യാനെറ്റ് പ്ലീസ്. ഇവർക്ക് മാത്രം. കല്യാണം കഴിക്കുമ്പോ ആൾക്കാർ ജീവിതം മാറും എന്ന് പറയണ ഇതാണ്. എനിക്ക് അതിശയം തോന്നുന്നത് കേട്ടോ. എങ്ങനെ നടന്ന ചെറുക്കനാണ്. ആൻഡ്രോയിഡ് ഫോൺ അൺബോക്സിങ്, ബിഗ് ബോസ് വാച്ച്, എന്തൊക്കെ ഉണ്ടോ ബാക്കി വ്ളോഗിങ് നിർത്താൻ. പക്ഷേ ഇത് കണ്ടിട്ടല്ലേ എവള് ഉറങ്ങുള്ളൂ. എവള് വന്നു കഴിയുമ്പോഴേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പാതിരാത്രിയൊക്കെ കാണിക്കുമെന്ന് തോന്നട്ടെ ഈ സാധനം. അത് വേണ്ട നമുക്ക്. അവൾ എനിക്ക് 2 തവണ കണ്ടിട്ട് ഇത് മനപ്പാടം പഠിപ്പിക്കാനുള്ള പഠിപ്പായിട്ട് ഓട്ട ഇടാൻ എന്തൊരു വോട്ടിടാൻ നീ ഇലക്ഷന് വോട്ടിട്ടുണ്ടാടി ഉണ്ടാ? നീ പോടാ.
ബിഗ് ബോസ് മമ്മങ്കം. കാർത്തിക് ഓട്ടി ഒരു 5-6 ഫോൺ എടുത്തോണ്ടോ, പല ഫോണിൽ നിന്ന് എടുത്ത് വേണം ഓട്ടിടാൻ. റിവ്യൂ ചെയ്യണ്ട. ഇല്ല, ലാലേട്ടനെ നമുക്ക് പോഡ്കാസ്റ്റിൽ കൊണ്ടുവരണം. അങ്ങേരെ വെറുപ്പിക്കരുത്. വേണ്ടല്ലേ? അപ്പൊ ശരി, റിവ്യൂ ഒന്നും വേണ്ട, കാണണം. കാണ്, കണ്ട് വട്ടായാ മതി, ധൈര്യം. എനിക്കൊന്നും എല്ലാരെയും ചീത്തയാക്കുന്നത് ഈ അമ്മു ആണെന്ന് തോന്നുന്നു. അവളാണ് ഈ പൂക്കി. നീയാണ് ആ സുമതി വളർന്ന് ഞാൻ പിള്ളേർക്ക് ആ സിനിമ ഉണ്ടാവണം. ആര് സുമതി വളർന്നു നമ്മള് പോയി കാണാതെ നീ എന്തടി പറക്കി ഒളിച്ചിരിക്കണ? നീ അറിഞ്ഞാ ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണാൻ പോണെന്ന്? പിന്നെ കൊറിയൻ മാത്രം കാണുന്ന ഭാര്യനെ കിട്ടിയില്ലേ? ഏത് അപ്പൊ പറഞ്ഞ പാടി ഏത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു. സ്നേഹത്തിൻ കാർത്തിക അല്ല, രാവിലെ വിളിക്കുന്നുണ്ട്. വർഷ രാവിലെ സമയം 8 മണി. ആര്? ബിഗ് ബോസ്. നിനക്ക് വയ്യ പെണ്ണെ. അയ്യോ, ഒന്നല്ല 2. ഇതെന്തരുത്? ഇവിടുത്തെ ബിഗ് ബോസ് രാവിലെ 10 മണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ 3 കൊണ്ട് ബിഗ് ബോസ് ഇടേണ്ടതാണ്, ഈ 3 പേരെ മാത്രം. നോർമൽ ആൾക്കാരെ കയറ്റുമല്ലേ, ഓർഡിനറീസ് കോമണർ. ആണോ? ഞാനില്ലേ എടി എന്നെ ബിഗ് ബോസ് കളിച്ചാ ഞാൻ പോണോ? വേണ്ടേ? നീ കണ്ടോടാ? രണ്ടാമത് നമുക്ക് അകത്ത് പോണ്ടല്ലേ? സ്നേഹമുണ്ട് നമുക്ക്. എടാ അവൾക്ക് പേടിയാണ്. ഇവിടെ പോടാ. എനിക്ക് നെഗറ്റീവ് അടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ എടി? ഓ, അടി ഉണ്ടാക്കണത്ര ഇവരായിരിക്കും കേട്ടോ പുറത്ത് കിടന്ന്. അവള് ചാനലോട് വീട്ടിലും ഇങ്ങനെയാണ്. ഇതാണ് ഗ്ലാസ് നൂഡിൽസ് എന്ന്. നീ പുറത്തുനിന്ന് തിന്നിട്ടല്ലേടാ വന്നത്? നീ കഴിയുന്ന എടുത്തു കൊടുക്കണേ. ആണോ? നീ കഴിക്കണല്ലേ? അപ്പം ഒരാളെ കറക്റ്റ് ബ്ലോഗിങ്ങിലോട്ട് കടത്തിവിട്ടപ്പോ എന്തൊരു സന്തോഷം. അത് ഓഫായിട്ടില്ല, ഓണായ പിന്നെ. ചേച്ചി എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ, അവിടെ ഇരിക്കുമ്പോ പ്രാന്താവും. ശ്വാസം വന്ന് നിൽക്കുമ്പോഴേ ഓൾറെഡി നെപ്പോട്ടിസം എന്ന് പറയണോ. മക്കളെങ്ങനെയാണ് ഗ്ലാസ് നൂഡിൽസ്? കൊള്ളാന്ന് ഗൈസ്. നമ്മൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു പൊങ്കാലയ്ക്ക് ആളാക്കി നാളെ ഷൂട്ടുള്ളതുകൊണ്ട് നേരത്തെ പോയി കിടന്നുറങ്ങണം. അതുകൊണ്ട് ചാറ്റോട് സനി ബ്രോ, ചാറ്റോട് സോനു ഒക്കെ വന്നു. സോനുവിന്റെ വൈഫും ഉണ്ട്. ഹായ് ഷാസേ, പോയിട്ട് വരാം. ടാറ്റ. അപ്പൊ ഇനി ശരിക്കും പോവാൻ ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഈ പ്രാവശ്യം. നിന്നില്ലേ? എടേ, അപ്പം കാണാം ഒക്ടോബറില്. ഇപ്രാവശ്യം ഞങ്ങൾ നാളെ കാണൂല ഗൈസ്. മകളെ ടാറ്റ. ചേച്ചി ടാറ്റ. ബൈ ബൈ ടാറ്റ. ബൈ ഗൈസ്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബിഗ് ബോസ് ഒക്കെ കാണുമെന്ന് ഗൈസ്. കാലം പോയ പോക്കെ ഒരു രസം.